ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുഴിയപ്പം എന്നും പറയുന്നുണ്ട്, ചിലർ കാരപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ 4 കപ്പ് 250 ml 4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഒരു 4 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 250 ml നമ്മൾ ശർക്കര ഉരുക്കിയതാണ് എടുത്തേക്കുന്നത്. ദെൻ കുറച്ച് ഉപ്പിടുക. ദെൻ നമ്മൾ ഒരു 4 ഏലക്ക ഇടണം. പച്ച ഏലക്കയാണ് എടുത്തേക്കുന്നത്. ദെൻ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പോളം നമ്മുടെ ചോറ്, വേവിച്ച ചോറും പിന്നെ 2 ചെറുപഴം ആണ് ഇവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ അരച്ചിട്ട് എടുക്കണം. നമ്മളിവിടെ അരി ഒരു 4 മണിക്കൂറോളം ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാം കൂടിയിട്ട് ഒറ്റ ബാച്ചായിട്ട് അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 2 ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പഴം നമ്മൾ 2 എടുത്തിട്ട് അരച്ചു. എന്നിട്ട് നെക്സ്റ്റ് ബാച്ചിലോട്ട് നമ്മൾ ബാക്കിയുള്ള ശർക്കരയും കൂടിയിട്ട് നമ്മൾ ഇടണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് 2 കളറെന്ന് പറയുന്നത് ആദ്യത്തിൽ നമ്മൾ ശർക്കര കുറച്ചും കൂടുതലായിരുന്നു, പിന്നെ അരയ്ക്കുന്നതിൽ അരിയായിരുന്നു കൂടുതൽ. അപ്പോൾ അതാണ് കളർ ചേഞ്ച് ഉള്ളത്. ദെൻ രണ്ടും കൂടിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു തേങ്ങാമുറിയോളം നമ്മൾ ചിരകിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അത് മാറ്റിയിട്ട് അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷണലാണ്, കുറച്ചുകൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവിലോട്ട് നമ്മൾ ഇടണം. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ശർക്കരപ്പാനി എത്രയാണോ 250 ml അത്ര മാത്രമേ നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 3 to 4 hours വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ആമിന ജസ്റ്റ് ആ മാവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ അതുപോലെ ആക്കിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് പോകുന്നു കരുതിയപ്പോൾ പെട്ടെന്ന് തന്നെ അവളേത് മാറ്റി വെച്ചു. ആൾക്ക് ഇതുപോലെയൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ അത് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. ആൾക്കിപ്പോൾ ആകെ 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാവിലോട്ട് തേങ്ങാക്കൊത്ത് വറുത്തിട്ടിടാം. ചിലവർക്ക് എള്ളിടാൻ ഇഷ്ടമായിരിക്കും. ഇനി നമ്മൾ ചട്ടി അടുപ്പത്തോട്ട് വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ആ എല്ലാ കുഴിയിലും കംപ്ലീറ്റ് ആയിട്ട് എത്തുന്ന രീതിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് മാവ് ഒഴിക്കാം. ദെൻ നമ്മളത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് വേവാനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ടു മീഡിയം, ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ടിത് ജസ്റ്റ് ആ മാവ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരിക്കും. പൊങ്ങി വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അത് പൊട്ടിയിട്ട് മാവ് അതിൻ്റെ പുറത്തോട്ടേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മീഡിയം ടു ഒരു ലോയിലോ ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ തീ നമ്മൾ ഓരോരുത്തരുടെയും ഗ്യാസ് സ്റ്റൗ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഷേപ്പായിട്ടുണ്ടെങ്കിൽ അത് കുത്തിയിട്ട് ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് വേണമെങ്കിൽ ഇടാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും കുഴിയപ്പം നിങ്ങളുടേത് റെഡി ആയിട്ടുണ്ടായിരിക്കും. സോ ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. നിങ്ങൾക്ക് വേറെയും രീതിക്കൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കും. അത് സൈക്കോ ബേക്കർ യൂട്യൂബ് ചാനലിൽ ഇനിയും വരും. സോ ആ വീഡിയോസ് കാണാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ആൻഡ് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.